നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന പതിവ് തത്വം മാറ്റിവെക്കുന്ന തരത്തിലേക്കാണ് കേരളത്തിന്റെ ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ കാണിക്കുന്നത്. കൈക്കൂലിയും കോഴയും വാങ്ങുന്നതും ആരോപിക്കപ്പെടുന്നതും സ്വാഭാവികമാകാം. എന്നാൽ തന്റെ ആത്മാഭിമാനം വാങ്ങാത്ത കോഴ ആരോപണത്തിൽ മുക്കിക്കളയാനുള്ളതല്ല എന്ന് ഉറപ്പിച്ച ഒരു കലാകാരന്റെ മരണ വാർത്തയാണ് നമ്മെ ഞെട്ടിച്ചിരിക്കുന്നത്. അതും സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം വീണ്ടും ഒരു SFI ക്രൂരതയെന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. മാർഗം കളിയുടെ വിധിയിൽ കോഴ വാങ്ങിയെന്ന് ആരോപിച്ച് ഷാജി എന്ന ആ കലാകാരനെ ക്യാമ്പസ് യൂണിയൻ ഭരിക്കുന്ന SFI നേതാക്കൾ രഹസ്യമായി മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു. അതിനുശേഷമാണ് മനം നൊന്ത് സ്കൂൾ കലോത്സവ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവങ്ങൾ സ്ഥിരം വിധികർത്താവായിരുന്ന ആ കലാകാരന്റെ ആകസ്മിക മരണം. കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ വാങ്ങി ഫലം അട്ടിമറിച്ചെന്ന ആരോപണത്തിന് വിധേയനായ വിധികർത്താവിനെയായിരുന്നു കണ്ണൂരിലെ വീട്ടിൽ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർഗം കളി ഇനത്തിന്റെ വിധികർത്താവായിരുന്ന കണ്ണൂർ താഴെച്ചൊവ്വ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം സദാനന്ദ നിലയത്തിൽ PN ഷാജിയാണ് ബുധനാഴ്ച വൈകിട്ടോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാജി എഴുതിയ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. താൻ നിരപരാധിയാണെന്നും കോഴ വാങ്ങിയിട്ടില്ല എന്നും എല്ലാം അമ്മയ്ക്കറിയാമെന്നുമാണ് ഷാജി എഴുതിയിരിക്കുന്നത്. കലോത്സവത്തിന്റെ വിധി നിർണയത്തിനായി വിധികർത്താക്കൾക്ക് നൽകുന്ന ജഡ്ജ് റിമാർക്സ് ഷീറ്റിലായിരുന്നു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. പണം വാങ്ങിയിട്ടില്ല എന്ന് കസ്റ്റഡിയിലെടുത്ത സമയത്ത് ഷാജി പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ കൂടുതൽ പ്രതികരണത്തിന് ഇയാൾ തയ്യാറായിരുന്നില്ല. കണ്ണൂർ സിറ്റി പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേരള സർവകലാശാല കോഴക്കേസിൽ ഒന്നാം പ്രതിയായ ഷാജിയോട് മാർച്ച് 14 രാവിലെ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ കന്റോൺമെന്റ് നോട്ടീസ് നൽകിയിരുന്നു. ഷാജി അടക്കം 4 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ബാക്കി 3 പേരിൽ നിന്നും 2 പേർ നൃത്ത പരിശീലകരും ഒരാൾ സാഹസികയുമാണ്. കേരള സർവകലാശാല കലോത്സവത്തിൽ ഏറെ വിവാദമായ മത്സരമായിരുന്നു മാർഗം കളി. കോഴ ആരോപണത്തെ തുടർന്ന് മത്സരത്തിന്റെ ഫലം തടഞ്ഞുവെച്ചിരിക്കുകയാണ്. ഷാജിയുടെ ഫോണിലേക്ക് ഇടനിലക്കാർ മത്സരാർത്ഥികളെ തിരിച്ചറിയാൻ കൊടുത്ത ചിത്രങ്ങൾ സംഘാടകർക്ക് പോലീസിന് കൈമാറുകയായിരുന്നു. നിരപരാധിയാണെന്നും കോഴ വാങ്ങി വിധി നിർണയം നടത്തിയില്ല എന്നും വീട്ടിൽ കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. സത്യം സത്യം എന്ന് 3 തവണ എഴുതി വെച്ചിട്ടുമുണ്ട്. കലോത്സവത്തിന്റെ വിധി നിർണയത്തിനായി വിധികർത്താക്കൾക്ക് നൽകുന്ന ജഡ്ജ് റിമാർക്ക് ഷീറ്റിലായിരുന്നു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നത്. കേസുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച ഹാജരാകാൻ തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് പോലീസ് ഷാജിക്ക് നോട്ടീസ് നൽകിയിരുന്നു. കൈക്കൂലി വാങ്ങി ഫലം അട്ടിമറിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ഷാജി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലുമായിരുന്നു. ഷാജിക്ക് പുറമെ പരിശീലകനും ഇടനിലക്കാരനും എന്ന് സംശയിക്കുന്ന കാസർഗോഡ് പരപ്പ സ്വദേശി ജൊമേറ്റ്, മലപ്പുറം താനൂർ സ്വദേശി C സൂരജ് എന്നിവരെയാണ് സംഘാടകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷാജിയുടെ ഫോണിലേക്ക് ജോമറ്റും സൂരജും പലതവണ വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. മത്സരശേഷം വിധികർത്താക്കളുടെ അനുമതിയോടെ ഫോണുകൾ പരിശോധിക്കുകയും ജൊമേറ്റ്, സൂരജ്, സോനു എന്നിവരെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതായിരുന്നു സംഘാടകർ പറയുന്നു. ഷാജിയുടെ മരണത്തിന് ഉത്തരവാദി യൂണിയൻ ഭരിക്കുന്ന SFI ആണെന്ന ആരോപണമായി ABVP രംഗത്ത് വന്നിട്ടുണ്ട്. ക്യാമ്പസുകളിൽ മരണം പണി മുഴക്കുന്ന SFIക്ക് ഷാജിയുടെ മരണത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നാണ് ABVP സംസ്ഥാന നേതാവ് ഹരിപ്രസാദ് ആരോപിക്കുന്നത്. ചെയ്യാത്ത തെറ്റിന് കലാകാരൻ സ്വയം ശിക്ഷിച്ച് മറുപടി കൊടുത്തു. ഓർക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല.